എൻ്റെ ജീവിതത്തിലെ സന്തോഷ കണ്ണീർ എന്ന സംഭവമില്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചതില്ല. ഇപ്പം ചില നിമിഷങ്ങൾ എൻ്റെ ലൈഫിന്റെ ഭാഗമായിട്ടുണ്ട്. അത് ഞാൻ പറയാം. എന്തറിയോ, ഒന്ന് എൻ്റെ ഉമ്മ അജ്ജിന്ന് ഉപ്പ ഉമ്മ അജ്ജിന്ന് പോയിട്ട് വരുമ്പോഴുള്ളൊരു കണ്ണീര്, അതാണ് ഞാൻ സന്തോഷ കണ്ണീർ ആക്കി. എൻ്റെ പെങ്ങൾ അജ്ജിന് പോയിട്ട് വരുമ്പോഴുള്ള ഒരു സന്തോഷ കണ്ണീർ, എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ഒരു സന്തോഷ കണ്ണീർ, എൻ്റെ മക്കളായിട്ടാകുമ്പോൾ ഒരു സന്തോഷ കണ്ണീർ, എല്ലാവർക്കും ഉള്ള ഒരു സന്തോഷ കണ്ണീർ, സന്തോഷവും കണ്ണീരും വേജാർ ആ ഒരു ഇത്. ഇന്ന് എൻ്റെ ജീവിതത്തിൽ പല ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ കമന്റിൽ ഇടുന്നത്, നീ എന്താക്കുന്നത്, നീ എന്താ അങ്ങനെ ബാഡ് കമന്റ് എല്ലാം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട് കുറെ ആൾക്കാർ. ഓക്കെ, അണക്കില്ല, അതിനെല്ലാം ഒരു സംതൃപ്തമായ ഒരു എന്ത് ഞാൻ പറയുന്നത് തൃപ്തി അണക്ക് കിട്ടിയില്ലേ. ഏറ്റവും വലിയ അവാർഡ്, ഏറ്റവും വലിയൊരു നിധി എനക്കൊന്നും പറയാൻ വാക്കില്ല. എന്തറിയോ, 40 കൊല്ലം കാത്തിരുന്നു രണ്ടാള് ഒന്നിക്കാൻ വേണ്ടിട്ട്. അയാൾ എന്നോട് പറഞ്ഞെന്തറിയോ, ഞാൻ ഒഴിവാക്കിയത് നാളെ മാഷറിൽ കാണാം, അവൻ പൊരുത്തപ്പെട്ട് കാണും, എന്റെ ഫ്രണ്ടാണ്, എന്റെ ക്ലോസ് ഫ്രണ്ട്. ഈ ഫ്രണ്ട്സിന്റെ വില അറിയുന്നവർക്ക് മാത്രമേ ഈ സംഭവം അറിയൂ, അല്ലാതെ ആൾക്കാരൊന്നും അറിയാതെ. അവൻ പൊരുത്തപ്പെട്ട് കാണും. ഇയാളും അങ്ങനെ വിചാരിച്ചു, ഇയാൾ എനിക്ക് കോണ്ടാക്ട് ഇല്ല, അയാൾ പറഞ്ഞ് പൊരുത്തപ്പെട്ടു. അങ്ങനെയുള്ള ഒരു എന്ത് ഞാൻ പറയും, ഒരു സംഭവം. ആ സംഭവം ഇല്ലേ 40 കൊല്ലത്തിന് ശേഷം ഒരു ഒന്നിച്ചിട്ട് ഞാൻ വീഡിയോ സഹിതം ഞാൻ വെച്ച് തെളിവടക്കും. ഫുള്ള് വീഡിയോ ഇല്ല, എന്റെ വീഡിയോ ലാസ്റ്റ് വരെ കാണും, ഒരു നഷ്ടവും ഇല്ല. ഫ്രണ്ട്ഷിപ്പിന്റെ വില അറിയുന്നവരും മനസ്സിലാവും. അയാളില്ലേ ദുആ അതെല്ലാവർക്കും. പക്ഷെ ഈ വിജയമില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ സമർപ്പിക്കുന്നു. എന്റെ ഫോളോവേഴ്സിന്, എന്നെ ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടിയെന്ന് അറിയോ? ഈ സന്തോഷം കിട്ടി. ഞാൻ ഫോർവേഡ് ചെയ്ത് അവർക്കാണ് ഈ ഷെയർ ചെയ്തു എല്ലാവർക്കും. പിന്നെ ഇല്ല, ഇന്ന് കുറേ ആൾക്കാർ ഇപ്പൊ എന്നെ അറിയുന്ന തന്നെ. ഇപ്പൊ ഞാൻ സ്വാഭാവികം എല്ലാവർക്കും, ഇത് എനിക്ക് മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിലുള്ള എല്ലാ ആൾക്കാർക്കും അറിയും. എന്തായാലും നമ്മൾ അറിയുന്നവരെ നമ്മൾ ഫോളോ ആക്കുന്നില്ല, റൈറ്റ് അല്ലേ? എത്രയോ ആൾക്കാരുണ്ട്. പക്ഷെ എനിക്ക് ഒരു ഫീലിംഗും ഇല്ല, എനിക്കൊരു ബേജാറില്ല ഫോളോ ആക്കുന്നവരാക്കാൻ. ഇതില് എന്നെ അറിയുന്നതിനേക്കാളും ഇല്ല, എന്നെ അറിയാത്തവർ ഫോളോ ആക്കിയിട്ടില്ല, ഷെയർ ആക്കിയിട്ട് മൊത്തം എത്തിച്ചിട്ടില്ല, മൊത്തം പബ്ലിസിറ്റി ആക്കിയിട്ട് അവർ ഒന്നിപ്പിച്ചല്ലേ. അത് ഏറ്റവും വലിയൊരു എന്ത് ഞാൻ പറയണ്ടത്, നിങ്ങൾക്ക് കണക്കൊന്നും പറയാറില്ല. അങ്ങനെ അയാൾ എന്നെ വിളിച്ച്, തൃശ്ശൂർ കെരീമിച്ചല്ലേ എന്നെ വിളിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. മൊയ്തിച്ച വേറെ തന്നെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. രണ്ടാള് വീഡിയോ ആക്കിയിട്ട് പറയേണ്ട എന്തെന്ന് അവർക്ക് പോലും അറിയില്ല. അങ്ങനത്തെ ഒരു സംഭവം. ഇതെല്ലാം എനിക്ക് സോഷ്യൽ മീഡിയ കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം. ഒരു മോനും ഇത് കിട്ടിയിട്ടില്ല, അത് ഞാൻ ഉറപ്പ് പറയുന്നു. ഒരാൾക്ക് പോലും ഇത്ര സന്തോഷവും ഇത്രയൊരു എന്താ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നേടിയ നേട്ടമില്ല, ഒരാളും ഇല്ല. ആഷിഖ് ഭായ് ഇതാണ് കക്ഷി. നിങ്ങളുടെ പരിശ്രമം എന്ന് പറഞ്ഞാൽ ആ വീഡിയോ കണ്ടിട്ടുള്ള ജനങ്ങള്, എന്റെ കുടുംബക്കാര്, എന്റെ ഭാര്യ, മക്കള് ഒക്കെ പറഞ്ഞത് ഇത് ഇത്രയും ഒരു ടേസ്റ്റി ആയിട്ടുള്ള വീഡിയോ അവര് ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇത് കണ്ടിട്ട് നിങ്ങൾ ചെയ്തത് അത്രയും ആൾക്കാരുടെ മനസ്സിലെ കുത്തി ഇറക്കിയിട്ട് വിട്ടിട്ടുണ്ട്. അവരുടെ പരിശ്രമത്തിന്റെ പേരിലാണ് ഇവനെ കണ്ടു. 3 ദിവസം കൊണ്ട് കിട്ടിയില്ലേ? എടാ, എത്ര വർഷം കൊണ്ട് നമുക്ക് ഇൻഷാല്ലാ നേരിട്ട് കാണണം. അള്ളാഹു തൗഫീഖ് ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ ഫോണേക്കാൾ മുൻപൊന്ന് കാണണം. അള്ളാഹു നിങ്ങളെയും കാണാൻ എത്തിച്ചു തരട്ടെ. ഓക്കെ, പൈലറ്റ് കയറി ഇതാണ്. പിന്നെ വെള്ളക്കടപ്പുറത്ത് നമ്മളൊരു കാക്ക ഉണ്ടായിരുന്നു, ഞാൻ ഒന്ന് ജോലി ചെയ്തിട്ടായിരുന്നു. ഇതാണ് നമ്മുടെ പറഞ്ഞ കക്ഷി, മനസ്സിലായോ? ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ആ കക്ഷിയാണ് ഇത്. ഇതിനെ കണ്ടുപിടിക്കാൻ ഇത്രയും വർഷം നിൽക്കേണ്ടി വന്നു. ഹജ്ജിന് പോകുമ്പോൾ ഒരു അന്വേഷണം കിട്ടിയില്ല. ഈ മമ്മഞ്ഞിയോട് ഏകദേശം പറഞ്ഞിട്ട് ഒരു കൊല്ലം എത്രയായിട്ടാ മമ്മഞ്ഞി നിന്നോട് പറഞ്ഞിട്ട്? 5-6 കൊല്ലം ഈ മമ്മഞ്ഞോട് പറഞ്ഞിട്ട്. അതിക്ക് മുൻപ് ഈ കാസർഗോഡുള്ള അബ്ദുള്ളച്ചാട് പറഞ്ഞിരുന്നു ഒരു 15 കൊല്ലം മുൻപ്. അബ്ദുറഹ്മാൻ എന്നുണ്ട്. അവന് അവൻ മരണപ്പെട്ടു പോയി. അവനറിയുന്ന വേറൊരു കക്ഷി ഉണ്ടായിരുന്നു. എന്തായിരുന്നാലും സന്തോഷം കണ്ട് എത്തി കിട്ടിയല്ലോ. ഇയാളൊന്ന് കാണാനായിട്ട് പരിശ്രമിച്ച നിങ്ങൾക്കുണ്ടല്ലോ, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു പുണ്യം തരുന്നതെന്നുള്ളത് അത് നിങ്ങൾക്ക് കിട്ടുമ്പോഴേ അറിയുള്ളൂ. ഇൻഷാ അല്ലാഹ്. ഇത് വീഡിയോ ചെയ്താൽ ആഷിഖ് വരും മറ്റാള്. ആഷിഖ് ഭായ് ഇതാണ് കക്ഷി. നിങ്ങളുടെ പരിശ്രമം എന്ന് പറഞ്ഞാൽ ആ വീഡിയോ കണ്ടിട്ടുള്ള ജനങ്ങള്, എന്റെ കുടുംബക്കാര്, എന്റെ ഭാര്യ, മക്കള് ഒക്കെ പറഞ്ഞത് ഇത് ഇത്രയും
ഒരു ടേസ്റ്റി ആയിട്ടുള്ള വീഡിയോ അവര് ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇത് കണ്ടിട്ട് നിങ്ങൾ ചെയ്തത് അത്രയും ആൾക്കാരുടെ മനസ്സിലെ കുത്തി ഇറക്കിയിട്ട് വിട്ടിട്ടുണ്ട്. അവരുടെ പരിശ്രമത്തിന്റെ പേരിലാണ് ഇവനെ കണ്ടു. 3 ദിവസം കൊണ്ട് കിട്ടിയില്ലേ? നന്ദിയാ എടാ, എത്ര വർഷം കൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് നേരിട്ട് കാണണം. അള്ളാഹു തൗഫീഖ് ചെയ്ത് ഇൻഷാ അല്ലാഹ് പോണേക്കാളും മുൻപൊന്ന് കാണണം. അള്ളാഹു നിങ്ങളെയും കാണാൻ എത്തിച്ചു തരട്ടെ. ഇതെന്റെ അനിയൻ. ഓക്കെ, ഇത് അനിയൻ. അനിയനാ? അനിയനാ. ഇതാണ് പൈലറ്റ് കയറി മറ്റേ ഇതാണ്. പിന്നെ ഞങ്ങളുടെ ഞാൻ വന്നിട്ടുണ്ട്. വല്ല കടപ്പുറത്ത് നമ്മളൊരു കാക്ക ഉണ്ടായിരുന്നു. ഞാൻ ഒന്ന് ജോലി ചെയ്തിട്ടായിരുന്നു.